നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്. കാരണം കാലികമായിട്ടുള്ള കോണ്ടൻറ്റുകൾ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കുറച്ച് കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു വാഹനം എന്ന് പറയുന്നത് i20യുടെ 4th ജനറേഷനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ബ്രസീലിൽ ഇപ്പോൾ അവർ 4th ജനറേഷൻ i20 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡിസൈൻ ലാംഗ്വേജ്. അത് ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഡിഫറൻ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയാം. പക്ഷേ കണ്ട് നമ്മളങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. തീർച്ചയാണ് ഇപ്പം ഈ ഡിസൈനിനെ കുറിച്ചിട്ട് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓൺ റോഡ് ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ റോട്ടിൽ ഈ ഒരു വാഹനം നിങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പം ബ്രസീലിൽ ഇറങ്ങിയ വാഹനം എന്ന് പറയുന്നത് 4 മീറ്ററിന് മുകളിലേക്കാണ് ആ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് ഉടൻ വരാൻ പോകുന്ന ഹ്യുണ്ടായുടെ i20 4th ജനറേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വാഹനത്തിന് ഇന്ത്യയിൽ ബെനിഫിറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് 4 മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരണം. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4130 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ 4 മീറ്ററിന് താഴത്തേക്ക്, അതായത് 3998 99 മില്ലിമീറ്ററിൽ നിർത്തിയാൽ മാത്രമാണ് ഈ GST ബെനിഫിറ്റ് ഈ ഒരു വാഹനത്തിന് ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു വാഹനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ലെങ്ത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു 4130 മില്ലിമീറ്ററാണ്, അതായത് 4.13 മീറ്ററാണ്. ഇനി വിഡ്ത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. 1780 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് മോശമല്ല, 1495 മില്ലിമീറ്ററാണ്. പക്ഷേ വീൽ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല രീതിക്ക് വീൽ ബേസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. അതായത് 2580 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.1 മീറ്റർ നീളമുള്ള ഒരു വാഹനം എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബ്രസീലിൽ ഇറങ്ങിയ ഇപ്പോഴത്തെ മോഡലിൻ്റെ ബൂട്ട് സ്പേസ് 346 ലിറ്ററാണ്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 346 ലിറ്ററാണ്. ലെവൽ 2 അഡാസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ലെവൽ 2 അഡാസൊക്കെ വരുമോ എന്നുള്ളൊരു കാര്യം വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ബഡ്ജറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാഹനം, നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഒരു വാഹനം വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ടോ അവർ കൃത്യമായിട്ട് നോക്കും, അത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് K2 പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ഒരു വാഹനത്തെ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ്, വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് ഹ്യുണ്ടായി വിളിക്കുന്ന K3 പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ K3 പ്ലാറ്റ്ഫോം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരിക്കും, കുറച്ചും കൂടെ സ്ട്രക്ചറൽ റിജിഡിറ്റിയൊക്കെ ഈ ഒരു വാഹനത്തിന് വരും എന്നാണ് ഒരു പ്രതീക്ഷ. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്. അതും K1 പ്ലാറ്റ്ഫോമിൽ നിന്നും K2 പ്ലാറ്റ്ഫോമിലേക്കാണ് അപ്ഡേറ്റ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് എടുത്തുകൊണ്ടൊരു കാര്യം, ഹ്യുണ്ടായി വേർണ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. പക്ഷേ അവിടെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു 60 കിലോമീറ്ററിന് മുകളിലേക്കുള്ള ഒരു ഇടി കിട്ടിയാൽ അതിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡി ഷെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി വളരെ താഴത്തോട്ട് പോകും. അതായത് വണ്ടി ഇടിച്ച് ചളുങ്ങി പോകും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ K2 പ്ലാറ്റ്ഫോമിൽ നിന്നും K3യിലേക്ക്, ഇപ്പോൾ നമ്മുടെ സെൽറ്റോസിൻ്റെ കേസ്, സെൽറ്റോസ് കിയ ആണ്, എന്നാൽ പോലും കിയ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ ഒരു സബ്സിഡറി ബ്രാൻഡ് തന്നെയാണ്. അങ്ങനെ പറയാൻ കഴിയില്ല, രണ്ടും സമാന്തരം നിൽക്കുന്ന ബ്രാൻഡുകളാണ്. ഒരേ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന 2 ഡിഫറൻറ്റ് നെയിം പ്ലേറ്റുകളാണ് കിയയും ഹ്യുണ്ടായും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ K2 പ്ലാറ്റ്ഫോമിൽ നിന്നും K3യിലേക്ക് സെൽറ്റോസിനെ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ വലിയൊരു അപ്ഡേഷനാണ് നടത്തിയിട്ടുള്ളത്. i20യെ K2 പ്ലാറ്റ്ഫോമിൽ നിന്നും K3യിലേക്ക് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത്. 16 ഇഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. 17 ഇഞ്ചാണ് ഇപ്പോൾ ബ്രസീലിലെ മാർക്കറ്റിൽ ഇറങ്ങിയ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. എൻലൈനിൽ ചിലപ്പോൾ 17 ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യതയല്ല, വരും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം
എൻലൈൻ എപ്പോഴും ഒരു ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് കമ്പനി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് അത് സബ്ജക്റ്റീവാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് തോന്നാം. കാരണം ഫ്രണ്ടിലെ ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിലും ബാക്കിലെ ഡിസൈൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്മൾ കണ്ട് ഈ ഒരു വാഹനത്തെ ഇഷ്ടപ്പെടും. കാരണം കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് ഈ ഒരു വാഹനം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എയറോഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. ORVM ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ബ്ലിങ്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് കുറച്ച് കേർവ് ചെയ്ത് അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്തിട്ട് അവിടെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എവിടേക്കോ പഴയ i20 ആക്റ്റീവിൻ്റെ ഒരു ഛായയും അല്ലെങ്കിൽ സിട്രോയിൻ്റെ ചില വാഹനങ്ങളുടെ ഒരു ഛായയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ K3 പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പേഷ്യസ് ആണ്. അപ്പോൾ എത്രത്തോളം സ്പേഷ്യസ് ആണ് ഈ ഒരു വാഹനം ഇൻസൈഡ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഇത് 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു വാഹനത്തെ 4 മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലെ സ്പേസിനെ എത്രത്തോളം അത് ബാധിക്കും, എക്സ്പെഷ്യലി ബൂട്ട് സ്പേസ് നമ്മൾ പറഞ്ഞു 346 ലിറ്ററാണ്. ഇതിനെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ കീ ഫോബൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലുമക്കായ സ്റ്റൈലിലുള്ള കീ ഫോബ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വെന്യൂവിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം മോസ് കോഡ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഡോട്ടാണ് എച്ചിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗിമ്മിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു വാഹനം അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. സൺറൂഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, തീർച്ചയാണ്. കാരണം ഹ്യുണ്ടായി ഈ ഒരു വാഹനത്തെ 4th ജനറേഷനാണ് വരാൻ പോകുന്നത്. കാണുമ്പോൾ ഇപ്പം ഹ്യുണ്ടായുടെ ആണെന്നുണ്ടെങ്കിലും കിയയുടെ വാഹനങ്ങളൊക്കെ ആണെങ്കിലും ഡിസൈൻ കൊണ്ട് വലിയ വ്യത്യാസമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ആ ഡിസൈൻ തീമുമായിട്ടാണ് കിയ പോകുന്നതെങ്കിൽ ഹ്യുണ്ടായും ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിലിപ്പോൾ ബ്രസീലിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വാഹനത്തെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇന്ത്യയിലെ വാഹനത്തിന് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 4.13 മീറ്റർ എന്നുള്ളതാണ് പ്രധാന കൺസേൺ എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ബ്രസീലിലെ വാഹനവും ഇന്ത്യൻ വാഹനവും തമ്മിൽ ഉണ്ടാകില്ല. ഇപ്പം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങൾ, അത് മാത്രമല്ല ഇപ്പം ലെവൽ 2 അഡാസിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിപ്പം ഇന്ത്യയിലേക്ക് വരുമോ എന്ന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം പ്രൈസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ എൻജിൻ സൈഡ് നിലവിലുള്ള i20 കാണുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻലൈനിൽ കാണുന്ന എഞ്ചിനും അത് മാത്രമല്ല NA പെട്രോളും നിലനിർത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഈ 27 കോമ്പാക്റ്റബിൾ ആയിട്ട് ഈ എഞ്ചിനെ മാറ്റുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ ഫ്ലെക്സ് ഫ്യൂൽ കോമ്പാക്റ്റബിലിറ്റി എത്രത്തോളം അതിന് നേടാൻ കഴിയും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം ഗ്ലോബൽ എൻഗ്യാപ്പ് അതല്ല ഭാരത് എൻഗ്യാപ്പിലൊക്കെ ഈ ഒരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യും, എത്രത്തോളം സേഫ്റ്റി റേറ്റിംഗ് നേടും എന്നുള്ളതും കൂടെ ഇനി നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം K3 പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ ഒരു വാഹനത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വെറുത്ത് കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഈ ഡിസൈൻ കണ്ട് ആളുകൾ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പേഴ്സണലി എൻ്റെ ഒരു വിശ്വാസം. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.